പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക. നിങ്ങളെവിടെയും പ്രാർത്ഥനാ നിർഭരമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സംഖ്യ പുസ്തകം ആരംഭിക്കുകയാണ്. സംഖ്യ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക്. ജനസംഖ്യ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടതിന്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം ദിവസം സീനായി മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുക. 20-ഉം അതിനു മേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുമുള്ള ഇസ്രായേലിലെ സകലരെയും ഗണം തിരിച്ചെടുക്കുക. നീയും അഹ്റോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത്. ഓരോ ഗോത്രത്തിൽ നിന്ന് ഒരു തലവനെ കൂടെ കൊണ്ടുപോകണം. നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ്: റൂബനിൽ നിന്ന് ഷെദയൂരിന്റെ പുത്രൻ എലിസൂർ, ഷിമിയോനിൽ നിന്ന് സുരിഷദായിയുടെ പുത്രൻ ഷെലൂമിയേൽ, യൂദായിൽ നിന്ന് അമീനാദാബിന്റെ പുത്രൻ നഫ്തോൽ, ഇസാഖറിൽ നിന്ന് സുവാറിന്റെ പുത്രൻ നെത്താനേൽ, സെബൂലൂനിൽ നിന്ന് ഹെലോനിയുടെ പുത്രൻ ഏലിയാസ്, ജോസഫിന്റെ പുത്രന്മാരായ എഫ്രായിം, മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമിഹൂദിന്റെ പുത്രൻ എലിശാമ, പെദഹ്സൂറിന്റെ പുത്രൻ ഗമാലിയോൽ, ബെഞ്ചമിനിൽ നിന്ന് ഗീദയോനിന്റെ പുത്രൻ അബ്ദാൻ, ദാനിൽ നിന്ന് അമിഷദ്ദായിയുടെ പുത്രൻ അഹീനർ, ആഷേറിൽ നിന്ന് ഒക്രാന്റെ പുത്രൻ പഗീൽ, ഗാദിൽ നിന്ന് റവൂലിന്റെ പുത്രൻ ഏലിയാസാഫ്, നഫ്താലിൽ നിന്ന് ഏദാനിന്റെ പുത്രൻ അഹിറ. ഇവരാണ് ഇസ്രായേൽ വംശത്തിന്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്ര തലവന്മാർ. മോശയും അഹ്റോനും ഇവരെ സ്വീകരിച്ചു. 2-ാം മാസം 1-ാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ഓരോരുത്തരുടെയും കുടുംബം, ഗോത്രം ഇവയനുസരിച്ച് 20-ഉം അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാപ്രതി പട്ടികയിൽ ചേർത്തു. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായ് മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തു. ഇസ്രായേലിന്റെ ആദ്യ ജാതനായ റൂബന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവ അനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേൽ വയസ്സും യുദ്ധശേഷിയുള്ളവർ 46,500. ഷിമിയോന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേൽ വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 59,300. ഗാദിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനു മേലും വയസ്സിനും യുദ്ധശേഷിയുള്ളവർ 45,000
650. യൂദായുടെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 74,600. ഇസ്സാഖറിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 54,400. സെബൂലൂൻ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 57,400. ജോസഫിന്റെ മക്കളായ എഫ്രായിമിന്റെയും മനാസയുടെയും ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ യഥാക്രമം 44,500, 30,200. ബെഞ്ചമിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ 35,400. ദാനിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 60,700. ആശേറിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ 41,500. നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ 53,400. ഇസ്രായേലിലെ ഗോത്ര പ്രതിനിധികളായ 12 നേതാക്കളും മോശയും അഹറോനും ചേർന്നെടുത്ത കണക്കിൽപ്പെട്ടവരാണിവർ. ഗോത്രമായി 20 അതിനുമേലും വയസ്സും പ്രായത്തിൽ ഇസ്രായേലിലെ യുദ്ധശേഷിയുള്ള പുരുഷന്മാർ ആകെ 6,03,550 ആയിരുന്നു. ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽപ്പെടുത്തിയില്ല. കാരണം കർത്താവ് മോശയോട് അരുളിച്ചെയ്തിരുന്നു, ലേവിയരെ നീ എണ്ണുന്നത് ഇസ്രായേലിയരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയും നീ എണ്ണരുത്, ഇസ്രായേലിൽ അവരുടെ എണ്ണം ചേർക്കുകയും അരുത്. എന്നാൽ സാക്ഷ്യകൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവിയുടെ മേൽനോട്ടത്തിലായി ഇരിക്കണം. അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം. കൂടാരത്തിന് ചുറ്റും അവർ താവളമടിക്കട്ടെ. കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ ലേവ്യർ അത് അഴിച്ചിറക്കുകയും കൂടാരം മടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം. മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം. ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താങ്കളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം. ഇസ്രായേൽ സമൂഹത്തിന് നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യകൂടാരത്തിനു ചുറ്റും പാളയമടിക്കണം. സാക്ഷ്യകൂടാരത്തിന്റെ ചുമതല അവർ വഹിക്കുകയും വേണം. ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു.